ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സമൂഹത്തിൽ അഴിമതിയും കൈക്കൂലിയൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നല്ല ജോലിയും ശമ്പളമൊക്കെ ഉള്ളവർ പോലും കൈക്കൂലി വാങ്ങി അഴിമതിയൊക്കെ നടത്തി ധനം സമ്പാദിക്കുന്ന ഒരു പ്രവണത വ്യാപിച്ചു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയായിരിക്കും? അവർക്ക് ഒരു ശാപത്തിനൊക്കെ ഒരു സാധ്യതയുണ്ടോ? ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അഴിമതി തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് പല തരത്തിൽ കാണാം. ഒരു ഭാഗത്ത് രാഷ്ട്രീയ രീതിയിലുള്ള അഴിമതി, അത് വലിയ ചിന്തയിൽ, അതായത് വലിയ ധനം സമ്പാദിക്കാൻ വേണ്ടി രാഷ്ട്രീയം ഒരു പ്രൊഫഷനാക്കി ഇറക്കുന്ന കുറേ ആളുകൾ ചെയ്യുന്ന അഴിമതി. അവർ ചെയ്യുന്ന അഴിമതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഒരു സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുക. ഒരു സമൂഹത്തിൽ ആവശ്യമുള്ള പലതും, വളരെ അത്യാവശ്യമുള്ള പലതും ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ അതിൻ്റെ നിശ്ചിത പണം അടിച്ചു മാറ്റിയതിന് ശേഷം അവിടെ ഏറ്റവും സേഫ് അല്ലാത്ത തരത്തിലുള്ള പല പ്രവൃത്തികളും ചെയ്തു വയ്ക്കുക. ഒരിക്കലും ഒരു അപകടം ഉണ്ടായാൽ, അല്ലെങ്കിൽ ജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒരു അപകടം ഉണ്ടായാൽ ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് നിരവധി ആളുകൾക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ ഇത്തരത്തിൽ ധനസമ്പാദനം ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം നമുക്കറിയാം, ഓഫീസേഴ്സ് എന്നുള്ള വിഭാഗം. ഓഫീസിൽ നിന്നും ഒരു കാര്യത്തിന് സഹായം ലഭിക്കണമെങ്കിൽ, ആ സഹായം ലഭിക്കണമെങ്കിൽ നിശ്ചിത തുക കൂലിയായി ലഭിക്കണം എന്ന തരത്തിൽ, കാരണം അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും, കൂലിയായി ലഭിക്കണം എന്ന തരത്തിൽ പണം സമ്പാദിക്കുന്ന കുറേ ആളുകൾ. ഈ രണ്ടു പേർക്കും ഉണ്ടാകുന്ന രീതികൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഭാവിയിലുള്ള രീതികൾ ഒരുപക്ഷെ വ്യത്യസ്തങ്ങളാവാനേ വഴിയുള്ളൂ. ഇവിടെയെല്ലാം സംഭവിക്കുന്ന ഒരു വലിയ ഫാക്റ്റുണ്ട്. ശാപം എന്ന് നമ്മൾ ധാരാളമായിട്ട് നമുക്ക് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം. എങ്ങനെയായിരിക്കാം ശാപം ഉണ്ടാവുക? ഒരു മനുഷ്യന്, ഒരാൾക്ക് വേറൊരാളോട് തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ശാപം എന്ന് പറയുക. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മഹർഷിമാർ കൈ ഉയർത്തി നീ അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോഴല്ല, നമുക്കുണ്ടാവുന്ന മനസ്സിലെ ഏറ്റവും വലിയ വിഷമം, നമ്മളെ വല്ലാതെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു, എനിക്ക് അർഹിക്കുന്നത് തരുന്നില്ല, എന്നെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നു എന്ന തോന്നലിൽ നമ്മളൊരു വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥ നമ്മുടെ നിവൃത്തികേടാണ്. ആ നിവൃത്തികേടിൽ നമുക്ക് തോന്നുന്ന ഒരു ദേഷ്യവും സങ്കടം, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ദേഷ്യവും സങ്കടവും ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരിട്ട് പ്രകടിപ്പിച്ചാൽ അത് വളരെ പെട്ടെന്ന് തീരും. ഒരാൾക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ആ ദേഷ്യം രണ്ട് വഴക്കായി അപ്പം തന്നെ പ്രകടിപ്പിച്ചാൽ, തിരിച്ച് അതിന് മറുപടി വന്നാൽ ആ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ തീരും. പക്ഷേ ശാപം പലപ്പോഴും വേറുന്നുണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അത് ഉള്ളിൽ എന്നും മറക്കാതെ, എന്നും ദിവസവും ഏൽക്കുമ്പോൾ ആ ശപിക്കുന്ന ആൾ ഇന്നയാൾ നശിക്കണം എന്ന് ചിന്തിക്കുകയാണ്. ഈ ചിന്തയിൽ ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തിയെ കാണുമ്പോൾ ഇവനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ചില റിഫ്ലെക്സുകളുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ശക്തിയിൽ നിന്നും വേറൊരു ശക്തിയിലേക്കാണ് ഇത് മുഴുവൻ അഫക്റ്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് പോകുമ്പോൾ ഈ നെഗറ്റീവ് സാധനം അവിടെ തീർച്ചയായിട്ടും കുറേ തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ആ എഫക്റ്റ്, അതായത് ഒരു വ്യക്തി മറ്റൊരാളെ ശപിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനം ഒരു പ്രത്യേക ആളെ ശപിക്കുന്നു, അയാൾക്ക് എതിരെ മനസ്സിൽ വളരെയധികം സങ്കടത്തോടു കൂടി വിമർശിക്കുന്നു. തീർച്ചയായിട്ടും അത് ആ ഒരു മീഡിയമായിട്ടുള്ള ശരീരത്തെ, ആ ഒരു പർട്ടിക്കുലർ മീഡിയ ശരീരത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല. കാരണം ഏത് തരത്തിലാണ് നമ്മളിൽ നിന്നുള്ള എനർജി അപ്പുറത്തെ പല ഭാഗത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒരുപക്ഷെ അനുഭവിക്കുന്നത് ഈ ശരീരമായിക്കൊള്ളുന്നില്ല. ഈ ശരീരത്തുണ്ടായ ഈ ദോഷങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ബാധിച്ചിട്ടുള്ള ഇത്തരം അണുപ്രസരണങ്ങൾ, ഇത് ശരിക്കും ഒരു അണുപ്രസരണം പോലെയാണ് ഈ ശാപം നമ്മളെ ബാധിക്കുക. അത് ബാധിക്കുന്നത് തൊട്ട് ചേർന്നിട്ടുള്ള കുടുംബത്തെയോ കുട്ടികളെയോ അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക്, കാരണം പിന്നീടുണ്ടാവുന്ന തലമുറയിലേക്കൊക്കെ ആവാം. കാരണം ഇതിനെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് അടിസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ഒരു എനർജി മറ്റൊരു എനർജിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസിനെ, അത് ഏത് തരത്തിലാണ് അതിൻ്റെ കണ്ടിന്യൂറ്റിയിലേക്ക് വരിക എന്നൊക്കെ ശരിക്കും ശാസ്ത്രീയമായി തന്നെ പഠിക്കാൻ കഴിയുന്ന വിഷയമാണ് നാം വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ മുമ്പിൽ
ഞാൻ പലരിലും ഇതൊരു ഉദാഹരണമായി തന്നെ കണ്ടിട്ടുണ്ട്. കാരണം പണം വാങ്ങുമ്പോൾ ചിലർ പണം, നമുക്കറിയാം, നമ്മൾ പല ഹോട്ടലുകളിലും ബാക്കിയൊക്കെ പോകുമ്പോൾ ഭംഗിയായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിപ്പ് കൊടുക്കും. ടിപ്പ് കൊടുക്കുന്നത് ഒരിക്കലും എന്താ പറയുക, ഒരു ശാപത്തിൻ്റെ ആവശ്യമില്ല, അതൊരു കൈക്കൂലിയല്ല. പക്ഷേ ടിപ്പ് തന്നെയാണെങ്കിലും വേറൊന്നുണ്ട്, ചോദിച്ച് മേടിക്കാൻ നിൽക്കുന്നത് പലർക്ക് സന്തോഷമായി എന്നുമില്ല. കൈക്കൂലി അങ്ങനെയല്ല, ഗതികേടാണ്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എനിക്ക് ഇത്ര വേണം, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇത്ര വേണം, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പറേ വിദ്യാഭ്യാസം മുടങ്ങും, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത്ര രൂപ വേണമെന്ന് ചോദിച്ച് മേടിക്കുമ്പോൾ ആ അവസ്ഥ എന്നുള്ളത് സന്തോഷത്തോടെ കൊടുക്കുന്ന സംഖ്യയല്ല. ആ പണം കൊണ്ട് കുറച്ച് ഭൗതിക നേട്ടങ്ങൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയും. ഈ ഭൗതിക നേട്ടങ്ങൾക്ക് എത്ര കാലം നിലനിൽപ്പുണ്ട്? ഇങ്ങനെ നേടുന്ന പൈസ ഒരു അപകടം ഉണ്ടായാൽ, ഒരു ഭൂമികൾക്കുണ്ടായാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഇവരുടെ ശാപം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്തിനാണിത് നേടുന്നത്? പിന്നെ ഈ പണം കൊണ്ട് നമ്മൾ നേടുന്നത് നമുക്ക് തൃപ്തി, കയ്യിൽ ലഭിക്കുന്ന പണം ഞാൻ അർഹനാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ നേടുന്നവർ തീർച്ചയായിട്ടും വേറുന്നുണ്ട്, അവർ ഭയക്കുന്നുമുണ്ട്. കാരണം സമൂഹത്തിൽ നിന്നോ നിയമത്തിൽ നിന്നോ നാളെ എനിക്കുണ്ടാവാൻ സാധ്യതയുള്ള അപകടം ഇവിടെ ഇവർ ഭയക്കുന്നുണ്ട്. ഇവർക്ക് മനസ്സമാധാനമായി ഉറങ്ങാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ശാപം എന്നുള്ളത് കൊണ്ട് പല തരത്തിലുള്ള അപകടങ്ങളുണ്ടാവുന്നു. നേരെ തിരിച്ച് നമ്മുടെ കർമ്മം വ്യക്തമായി ചെയ്യുമ്പോൾ നമുക്ക് അർഹിക്കുന്നതായിട്ട് കിട്ടേണ്ട ധനത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ശാപത്തിൻ്റെ ആവശ്യം വരില്ല, ദോഷങ്ങളും വരില്ല. കൈക്കൂലിയും അഴിമതിയൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ കാലത്തേക്ക് മാത്രമുള്ള സന്തോഷത്തിന് ഉപകരിക്കൂ എന്നതിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.